ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മറ്റൊരു ടേസ്റ്റി ആയിട്ടുള്ള ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കുടിക്കുന്ന സമയത്ത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഷേക്കാണെന്ന് ഒരിക്കലും പറയില്ല, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് ധൈര്യത്തോടെ സെർവ് ചെയ്യാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റൗ ടോപ്പിൽ വെക്കുന്നതിന് മുമ്പായിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇത് സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും, പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ ഈ ഗോതമ്പ് പൊടിയുടെ പച്ചച്ചുവ മാറാതെ ഇരിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല ഈ ഷേക്കിന്. അപ്പോൾ മാക്സിമം കുറഞ്ഞ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്ത് ഇത് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറുന്ന സമയത്ത് ഇതൊന്നുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ ഞാനിപ്പോൾ ഇത് പാലിലാണ് മിക്സ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോർമൽ വെള്ളത്തിലും മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. ടേസ്റ്റിലൊന്നും ഒട്ടും വ്യത്യാസം വരില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തണുക്കാനായിട്ട് വെച്ച ഗോതമ്പ് പൊടി കുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് 2 ഗ്ലാസ്സിലേക്കുള്ള അളവാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്ലാസ് വേണോ അതിനനുസരിച്ചിട്ട് ഗോതമ്പ് പൊടിയും പാലൊക്കെ ചേർക്കാം. ഇനി ഞാനിതിലേക്ക് നന്നായിട്ട് കട്ടയാക്കിയെടുത്ത പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊരു ഷേക്ക് രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് ഡ്രിങ്ക് ആയിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാല് ചേർക്കാം. വേണമെങ്കിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ മിൽക്ക് മേഡും ചേർക്കാം. അതല്ലെങ്കിൽ രണ്ടും ഈക്വൽ മെഷർമെൻറ്റിൽ എടുത്താലും മതി. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസും ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നല്ല ഒരു ഷേക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ്സിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ആപ്പിളാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കസ്കസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇഷ്ടമുള്ള നട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഷേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിത് ഡ്രിങ്ക് ആയിട്ടാണ് വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കുറച്ച് ലൂസാക്കിയിട്ട് എടുത്തിട്ട് അങ്ങനെ സെർവ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറി വെച്ചിട്ട് ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. ഗോതമ്പ് പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് വരുന്നതാണ്. താങ്ക്